ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിലെ ഇനി അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ 14-നാണ്. ഇന്ത്യ സമയം രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC നേരിടുന്നത് കാലിക്കറ്റ് ഹീറോസിനെയാണ്. നമുക്കറിയാം, ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഫോർസ കൊച്ചിയെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ചെന്ന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തച്ച് തരിപ്പണമാക്കിയിരുന്നു മലപ്പുറം FC. ഈ ഒരു മത്സരത്തിൽ ജോൺ ഗ്രിഗരിയുടെ മലപ്പുറം FC ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാലിക്കറ്റ് ഹീറോസ് ആവട്ടെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ 1-1 സമനില വഴങ്ങിയിരുന്നു. നിലവിൽ എല്ലാ ടീമുകളും ഓരോ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി. നമുക്കറിയാം, സൂപ്പർ ലീഗിന്റെ പ്രാരംഭ സീസണിൽ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പോയിന്റ് ടേബിളിൽ മലപ്പുറം FC ആണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഗോൾ ഡിഫറൻസിന്റെ ഗോൾ വ്യത്യാസത്തിൽ തന്നെയാണ് നിലവിൽ മലപ്പുറം FC പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിജയത്തിന്റെ ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മലപ്പുറം FC കാലിക്കറ്റ് ഹീറോസിനെ നേരിടാൻ വരുന്നത്. എന്തായാലും നമുക്കറിയാം, കൊച്ചി സ്റ്റേഡിയത്തിലേക്കൊക്കെ ധാരാളം മലപ്പുറം FC ആരാധകരാണ്, ട്രാവലിംഗ് ഫാൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഈ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ ഭൂരിഭാഗം വിറ്റഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും നിറഞ്ഞു കവിഞ്ഞ മലപ്പുറം FC ആരാധകർക്ക് മുമ്പിലായിരിക്കും ഈ ഒരു മത്സരത്തിന് ഇറങ്ങുക ജോൺ ഗ്രിഗറിയും ടീമും. എന്തായാലും കാലിക്കറ്റ് ഹീറോസിനെതിരെ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും മലപ്പുറം FC പ്രതീക്ഷിക്കുന്നില്ല. ആരാധകരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും സൂപ്പർ ലീഗ് കേരളയിലെ ഒരു ക്ലാസിക് പോരാട്ടം തന്നെ ആയിരിക്കും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകർ മുന്നിലായിരിക്കും മലപ്പുറം FC കാലിക്കറ്റ് ഹീറോസ് മത്സരം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ടിക്കറ്റുകളൊക്കെ ഭൂരിഭാഗം വിറ്റഴിഞ്ഞു. എന്തായാലും ഇന്ത്യൻ സമയം സെപ്റ്റംബർ 14-നാണ് കാലിക്കറ്റ് ഹീറോസിനെ നേരിടുന്നത് മലപ്പുറം FC. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് സൂപ്പർ ലീഗ് കേരളയിലെ അടുത്ത മത്സരം വരുന്നത്.